പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ നിലനിൽക്കെ ഇറാനെതിരെ കടുത്ത ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്കിടയിൽ ഇറാൻ ഞങ്ങളുടെ വ്യവസ്ഥകൾ അംഗീകരിക്കുന്നതുവരെ അമേരിക്കൻ സൈനിക സാന്നിധ്യം പിൻവലിക്കില്ലെന്ന് ട്രംപ് വ്യക്തമാക്കി. സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഒരു ശാശ്വത കരാറിൽ ഏർപ്പെടുന്നതുവരെ US യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും സൈനിക മേഖലയിൽ തന്നെ തുടരും. ഇറാനെ ലക്ഷ്യം വെച്ചുള്ള ഈ നീക്കം പിൻവലിക്കില്ലെന്ന് ട്രംപ് ഉറപ്പിച്ചു പറഞ്ഞു. നിലവിലെ കരാറുകളോ വ്യവസ്ഥകളോ ഇറാൻ ലംഘിച്ചാൽ ഇതുവരെ ലോകം കാണാത്ത തരത്തിലുള്ള ശക്തമായ തിരിച്ചടി അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള സുഗമമായ വ്യാപാരം ഉറപ്പാക്കുക, ആണവ നിർവ്യാപന കരാർ പാലിക്കുക എന്നിവയാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യങ്ങൾ. US ഇസ്രായേൽ സഖ്യം ഇറാനെതിരെ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഗാസയിലും ലെബനനിലും ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുകയാണ്. ഇത് മേഖലയിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ഏറ്റവും പുതിയ ആക്രമണത്തിൽ ഒറ്റ രാത്രി കൊണ്ട് 254 പേരാണ് കൊല്ലപ്പെട്ടത്. 1155 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേൽ കരാർ ലംഘിക്കുകയാണെന്നും സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുകയാണെന്നും ഇറാൻ കുറ്റപ്പെടുത്തി. ഇതോടനുബന്ധിച്ച് ഗാസയിലും ലെബനനിലും വെടിനിർത്തൽ ഉടൻ നടപ്പിലാക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു. ലെബനനിലെയും ഗാസയിലെയും ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് UK, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. ട്രംപ് നേരത്തെ നൽകിയ അന്ത്യശാസനത്തിൽ ഇറാൻ വഴങ്ങുന്നില്ലെങ്കിൽ അവരുടെ ഊർജ്ജ നിലയങ്ങളും പാലങ്ങളും തകർക്കുന്ന ഒരു ദിവസം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഹോർമുസ് കടലിടുക്ക് ഉടൻ തുറന്നില്ലെങ്കിൽ ഇറാനെ ശിലായുഗത്തിലേക്ക് മടക്കി അയക്കുമെന്നായിരുന്നു ട്രംപിന്റെ മറ്റൊരു പ്രകോപനപരമായ പ്രസ്താവന. നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന വെടിനിർത്തൽ കേവലം 14 ദിവസത്തേക്കാണ്. ഇതൊരു സ്ഥിരം സമാധാന കരാറല്ല. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇസ്ലാമാബാദിൽ നടക്കാനിരിക്കുന്ന നേരിട്ടുള്ള ചർച്ചകൾക്ക് മുന്നോടിയായാണ് ഈ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വെടിനിർത്തലിന് പകരമായി ഇറാൻ ഒരു 10 ഇന സമാധാന പദ്ധതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത് ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് ട്രംപ് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും അമേരിക്കയുടെ 15 ഇന കർശന വ്യവസ്ഥകൾ ഇറാൻ അംഗീകരിക്കണമെന്നാണ് ട്രംപിന്റെ വാശി. ഇതിൽ പ്രധാനമായും ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തലാക്കുന്നതും ഉൾപ്പെടുന്നു. ഇറാനുമായുള്ള വെടിനിർത്തൽ കരാറിൽ ലെബനൻ ഉൾപ്പെടുന്നില്ല എന്നതാണ് നിലവിലെ ഏറ്റവും വലിയ പ്രതിസന്ധി. ലെബനനിലെ ഹിസ്ബുള്ളയുമായുള്ള പോരാട്ടം ഒരു പ്രത്യേക വിഷയമാണെന്നാണ് ട്രംപിന്റെ നിലപാട്. ഇത് കാരണം ഇറാനുമായുള്ള വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഇസ്രായേൽ ലെബനനിൽ അതിശക്തമായ ബോംബിംഗ് തുടർന്നു. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുന്നത് ആഗോള എണ്ണ വ്യാപാരത്തെ ബാധിച്ചിട്ടുണ്ട്. ഇത് തുറന്നു കൊടുക്കാമെന്ന് ഇറാൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിലും അമേരിക്കൻ സൈന്യം പിന്മാറാതെ പൂർണ്ണ സഹകരണം ഉണ്ടാകില്ലെന്ന നിലപാടിലാണ് ഇറാൻ ഭരണകൂടം. ട്രംപിന്റെ ഭീഷണികളെയും പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളെയും ലോകരാഷ്ട്രങ്ങൾ അതീവ ഗൗരവത്തോടെയും ആശങ്കയോടെയുമാണ് വീക്ഷിക്കുന്നത്. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഇസ്രായേൽ ലെബനനിൽ നടത്തുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ചു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള 2 ആഴ്ചത്തെ വെടിനിർത്തൽ നിലനിൽക്കെ ലെബനനിലെ സൈനിക നീക്കങ്ങൾ സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കൂടാതെ സിവിലിയന്മാരെയും അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യം വയ്ക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും UN ചൂണ്ടിക്കാട്ടി. റഷ്യയും ചൈനയും ഈ വിഷയത്തിൽ അമേരിക്കയും ഇസ്രായേലിനെയുമാണ് കുറ്റപ്പെടുത്തുന്നത്. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട അമേരിക്ക കൊണ്ടുവന്ന പ്രമേയത്തെ റഷ്യയും ചൈനയും ഐക്യരാഷ്ട്രസഭയിൽ എതിർത്തു. ഈ പ്രതിസന്ധിക്ക് കാരണം അമേരിക്കയുടെ ഏകപക്ഷീയമായ ആക്രമണങ്ങളാണെന്നും ഇറാന്റെ പരമാധികാരത്തെ മാനിക്കണമെന്നും ഇരു രാജ്യങ്ങളും ആവശ്യപ്പെട്ടു. UK, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ ഒരു വശത്ത് ഇറാന്റെ സൈനിക നീക്കങ്ങളെ വിമർശിക്കുമ്പോൾ തന്നെ മറുവശത്ത് സമാധാനത്തിന് വേണ്ടി വാദിക്കുന്നു. ഇസ്രായേലിനോട് ആക്രമണം നിർത്താൻ ആവശ്യപ്പെട്ട UKയും ഓസ്ട്രേലിയയും ഈ മേഖലയിൽ ഉടനടി വെടിനിർത്തൽ വേണമെന്ന നിലപാടിലാണ്. ട്രംപിന്റെ ആക്രമണ ഭീഷണി യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ വലിയ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. യുദ്ധം ആഗോള സാമ്പത്തിക മേഖലയെ, പ്രത്യേകിച്ച് എണ്ണവിലയെ ബാധിക്കുമെന്ന് അവർ ഭയപ്പെടുന്നു. സൗദി അറേബ്യ, UAE തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾ കൂടുതൽ കരുതലോടെയാണ് നീങ്ങുന്നത്. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുന്നത് തങ്ങളുടെ എണ്ണ കയറ്റുമതിയെ ബാധിക്കുമെന്നതിനാൽ അത് ഉടൻ തുറക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. എന്നാൽ മേഖലയിൽ മറ്റൊരു വലിയ യുദ്ധം ഉണ്ടാകുന്നത് തങ്ങളുടെ സുരക്ഷയെ ബാധിക്കുമെന്നതിനാൽ അവർ ചർച്ചകൾക്ക് മുൻഗണന നൽകുന്നു. ഓക്സ്ഫാം, ആംനസ്റ്റി ഇന്റർനാഷണൽ തുടങ്ങിയ സംഘടനകൾ ട്രംപിന്റെ ഭീഷണിയെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. ഇറാനിലെ ജനവാസ മേഖലയെ തകർക്കുമെന്ന ഭീഷണി മനുഷ്യത്വഹീനമാണെന്നും ലക്ഷക്കണക്കിന് ആളുകളെ ഇത് ബാധിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. ചുരുക്കത്തിൽ ലോകം ഇപ്പോൾ 2 ചേരിയായി തിരിഞ്ഞിരിക്കുകയാണ്. അമേരിക്കയെയും ഇസ്രായേലിനെയും ഒരു വിഭാഗം പിന്തുണയ്ക്കുമ്പോൾ റഷ്യയും ചൈനയും ഇറാനൊപ്പം നിൽക്കുന്നു.
ഭൂരിഭാഗം രാജ്യങ്ങളും മറ്റൊരു ആഗോള സാമ്പത്തിക തകർച്ചയും അഭയാർത്ഥി പ്രവാഹവും ഭയന്ന് എത്രയും വേഗം സമാധാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. പശ്ചിമേഷ്യയിലെ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾ തുടരുമ്പോഴും ട്രംപിന്റെ കർശന നിലപാടുകളും ഇസ്രായേലിന്റെ തുടർച്ചയായ സൈനിക നീക്കങ്ങളും മേഖലയെ വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ നിഴലിലാക്കുകയാണ്.